ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വണ്ടികൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ഫോർഡ് മസ്താങ് മാക്കി. ഫോർഡ് മസ്താങ്ങിൻ്റെ ക്രോസ് ഓവർ പോലെയാണ് ഈ വണ്ടി ഇറക്കിയേക്കണേ. ഞാൻ റൂട്ടിൽ 1-2 പ്രാവശ്യം കണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ ഹുണ്ടായി ക്രെറ്റ അതിൻ്റെയൊക്കെ ഒരു സൈസാണ്, ഇലക്ട്രിക്കായിട്ട്. എനിക്ക് റോഡിൽ നേരിട്ട് കാണാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ കാസ്റ്റിംഗ് വലിയ തെറ്റ് പറയാനില്ല. അതെല്ലാം നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ സ്പോയിലർ നല്ല രസമുണ്ട്, ഇങ്ങനെ ഭയങ്കര വലുതാണ്. ഓ, നൈസായിട്ടുണ്ട്. ഇത് ഫോർഡിൻ്റെ പെർഫോമൻസ് എന്തോ സംഭവമാണ്. RTR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വൈഡ് ബോഡി കിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സൺറൂഫാ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. ഫോർഡ് മസ്താങ് മാക് ഇ ശരിക്കും റാലി വണ്ടികളുടെയൊക്കെ ഒരു ലുക്കാണ്. ആ വൈഡ് ബോഡി കിറ്റും സ്പോയിലറൊക്കെ വന്നപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, മസ്താങ്ങിൻ്റെ എംബ്ലം അവർ നീല കളറിലാണ് കൊടുത്തേക്കുന്നത്. സാധാരണ മെയിൻ ലൈൻ വണ്ടികളിലൊന്നും ഹോട്ട് വീൽസ് ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കാറില്ല. പക്ഷെ ബാക്കിൽ പ്ലെയിനാണ്, ടെയിൽ ലൈറ്റിലൊന്നും കളറിങ് കൊടുത്തിട്ടില്ല. നല്ലൊരു ഡിഫ്യൂസർ ഉണ്ട് അടിയിൽ. വീൽസും നല്ല ബ്ലാക്ക് വീൽസാണ്. ഈ വീൽസ് അങ്ങനെ അധികം വേറെ ഹോട്ട് വീൽസിൽ കാണാറില്ല. ഓക്കെ, ഫ്രണ്ടിൽ പിന്നെ ബോണറ്റിൽ എയർ ഇൻടേക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 94 മോഡൽ ബുഗാട്ടി EB11-0SS. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാസ്റ്റിംഗ് ആണ്. നല്ലൊരു മഞ്ഞ കളറുമാണ്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നല്ലൊരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ. ഹോട്ട് വീൽസ് ടർബോ സീരീസ് ആണിത്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ അൺബോക്സ് ചെയ്യാം. നൈസായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻജിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലും ഗിയർ ലിവറും എല്ലാം കാണാം. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ടെയിൽ ലൈറ്റിലൊക്കെ ഒരു കളറിങ് കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്. മേളിൽ നിന്ന് കാണാൻ എന്തോ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഒരു ലുക്ക്, ഹെലികോപ്റ്ററിൻ്റെ കോക്പിറ്റ് പോലെ ഉണ്ട്. ഓക്കെ, സംഭവം ഏതായാലും കൊള്ളാം. നമുക്ക് സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രീമിയം കാസ്റ്റിംഗ് ആണെന്നേ പറയുള്ളൂ. അത്രയ്ക്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഫ്രണ്ടിൽ ബുഗാട്ടിയുടെ ലോഗോ വരെ ഉണ്ട്. ഹെഡ്ലൈറ്റിൽ ഒരു സെപ്പറേറ്റ് പീസ് വെച്ചേക്കുവാണ്. വീൽസ് ആണെങ്കിൽ വലിയ തെറ്റ് പറയാനില്ല, നല്ല പാറ്റേൺ ആണ്. പ്ലാസ്റ്റിക് വീൽസ് ആണെങ്കിലും ബാക്കിലാണെങ്കിലും എക്സോസ്റ്റും ടെയിൽ ലൈറ്റും സ്പോയിലറും എല്ലാം ഉണ്ട്. ഇതിൻ്റെ വീൽസ് മാറ്റിയിട്ട് പ്രീമിയം ഹോട്ട് വീൽസിൻ്റെ ഒരു റബ്ബർ ടയേഴ്സ് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാവും. ഓക്കെ, അടുത്തത് ഹോട്ട് വീൽസ് അല്ല, ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. അവരുടെ തന്നെ ദ ഹോബി ഷോപ്പ് എന്ന് പറഞ്ഞ സീരീസാണ്. ഷെവർലെ എൽ കമീനോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണിത്. നമ്മൾ പഴയ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണാറുണ്ട് ഈ വണ്ടി. ഓക്കെ, എൻ്റെ കൂടെ തന്നെ അവർ സ്പെയർ ടയേഴ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സ്റ്റോക്ക് വീൽസ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്കപ്പോൾ ഒട്ടും വൈകാതെ തന്നെ അവനെ പുറത്തോട്ടെടുക്കാം. നല്ല സ്ട്രോങ് കേസാണ്, കാരണം ഞാൻ ഒരു കത്തി എടുത്തിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. കാർ പുറത്തോട്ടെടുക്കാം. രക്ഷയില്ല ബോയ്സ്. വീൽസ് ഒന്നും അത്ര ഫ്രീ ആയിട്ട് കറങ്ങണില്ല ഹോട്ട് വീൽസ് പോലെ. പക്ഷേ കാസ്റ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്.
ഗ്രീൻ ലൈറ്റിൻ്റെ വണ്ടികളുടെയും പ്രൊപ്പോർഷൻസ് ഒന്നും വലിയ തെറ്റില്ല, ശരിക്കുള്ള വണ്ടിയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റേജിൽ വെച്ച് നോക്കാം ഇവനെ. ഇവിടെ കാനഡയിൽ ചിലവർ സെഡാൻ അല്ലെങ്കിൽ സ്റ്റേഷൻ വാഗൺ മേടിച്ചിട്ട് ബാക്ക് സൈഡ് മുറിച്ച് കളഞ്ഞ് ഇതുപോലെ ട്രക്ക് പോലെ ആക്കും. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ വണ്ടികൾ. കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ബാക്കിൽ നമ്പർ പ്ലേറ്റും ഷെവർലയുടെ ലോഗോ, ടെയിൽ ലൈറ്റിലൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. സൈഡിൽ സൂപ്പർ സ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. വീൽസ് പക്ഷെ ഭയങ്കര ചെറുതായ പോലെ തോന്നണു, കുറച്ച് വീതിയുള്ള വീൽസ് ആയിരുന്നെങ്കിൽ അടിപൊളിയായതിന്. ഫ്രണ്ടിലും ഡീറ്റെയിൽസ് ഉണ്ട്. സൈഡിൽ ഡോർ ഹാൻഡിൽ വരെ ഉണ്ട്, അത്രയ്ക്ക് ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഗ്രീൻ ലൈറ്റിൻ്റെ ബ്രാൻഡിൻ്റെ വണ്ടികൾ. പിന്നെയും ഇവരുടെ വണ്ടികൾ ഞാൻ മേടിക്കുമായിരിക്കും. ഓക്കെ, അടുത്തത് ഹോട്ട് വീൽസിൻ്റെ ഒരു പ്രീമിയം കാസ്റ്റിംഗ് ആണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. 98 സുബ്രു ഇംപ്രസ 22B STI. ഈ 22B എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ എൻജിൻ്റെ മോഡൽ നമ്പറാണ്. എനിക്ക് 2.2 ലിറ്റർ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഈ വണ്ടി. ഓക്കെ, ഇപ്പോൾ കാർഡിൽ വണ്ടിയുടെ നല്ലൊരു ഫോട്ടോ ഉണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ ഇത് പ്രീമിയം കാസ്റ്റിംഗ് ആയിരുന്നു, മെറ്റൽ, പിന്നെ റിയൽ റൈഡേഴ്സ്. ഓക്കെ, ഇത് കാർ കൾച്ചർ സീരീസ് ആണ്, അല്ല മോഡേൺ ക്ലാസിക്സ് എന്നാണ് ഈ സീരീസിൻ്റെ പേര്. എനിക്ക് തോന്നി അതെ, ഈ ലാൻസ് റെവല്യൂഷനും മോഡേൺ ക്ലാസിക്സ് ആയിരുന്നു. ഓക്കെ, നമുക്ക് പൊട്ടും വൈകാതെ തന്നെ ഇവനെ പുറത്തോട്ട് എടുക്കാം. ഓ, രക്ഷയില്ല വൈസ്. ഈ സുബ്രുയുടെ ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പറ്റിയ കോമ്പിനേഷൻ ഗോൾഡ് വീൽസും ആണ്. നൈസായിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. STIയുടെ വിങ്ങും ഉണ്ട്. ഇവിടെ സ്പോയിലറിനെ വിങ് എന്നാണ് പറയുന്ന ആൾക്കാർ, നാട്ടിലും അങ്ങനെ ഇപ്പോൾ പറയേണ്ട ആൾക്കാർ. ഓക്കെ, സൺറൂഫൊന്നുമില്ല, അകത്തൊക്കെ അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. ഓ, സ്റ്റേജിൽ വെച്ചപ്പോൾ മാരക ലുക്കാണ്. ഈ വണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണിത്, ഈ ജനറേഷൻ സുബ്രു STI. കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറിജിനൽ സുബ്രു ബ്ലൂ കളറും ഗോൾഡ് വീൽസാണ്, അതാണ് അതിൻ്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. പിന്നെ സ്പോയിലർ STI വിങ് എന്നാണ് ഇതിനെ പറയണത്. ടെയിൽ ലൈറ്റിലും ഡീറ്റെയിൽസ് ഉണ്ട്. ബാക്കിൽ സുബ്രു എന്ന് എഴുതിയിട്ടുണ്ട്. വീൽസിൻ്റെ ഡിസൈൻ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ചേരുന്നുണ്ട്. ഫ്രണ്ടിലും അടിപൊളി ഡീറ്റെയിൽസ് ആണ്. ഹെഡ്ലൈറ്റിലും പിന്നെ ഫോഗ് ലൈറ്റിൽ STI എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബോണറ്റിൽ എയർ ഇൻടേക്ക് ഉണ്ട്, സൈഡ് മിറേഴ്സ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ ലാൻസർ കണ്ട പോലെ തന്നെ ഇതും അതിൻ്റെയൊക്കെ പോലെ ഒരു നൈസ് കാസ്റ്റിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.